ഓണം ചിത്രങ്ങളുടെ ഹൈപ്പ് സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 9 ദിവസങ്ങൾ മാക്സിമം ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് വരാനായിട്ട്. എല്ലാ ഓണക്കാലത്തിലും സിനിമകൾ എപ്പോഴും ചർച്ചയാവാറുണ്ട്. ഏതൊക്കെ സിനിമകളാണ് ഏതൊക്കെ തരത്തിലാണ് ചർച്ചയാവാറുള്ളതെന്നും നമുക്കറിയാവുന്നതാണ്. ഇത്തവണ അങ്ങനെ വലിയ മെഗാ മാസ് ഓണം എന്ന് പറയാവുന്നത് 3 യൂത്തന്മാർക്കിടയിലാണ്. പൃഥ്വിരാജ് കുമാരൻ ഇപ്പോഴും ഒരു യൂത്ത് ഐക്കണായിട്ട് സ്വയം വിശേഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓഡിയൻസും ഫാൻസും ഒക്കെ എടുക്കുന്ന ആളാണ്. നിവിൻ പോളി ആൻഡ് ദുൽഖർ സൽമാൻ, ഈ 3 നായകന്മാരുടെ സിനിമകളാണ് ഇത്തവണത്തെ ഓണത്തിന് റിലീസാകുന്നത്. ഓണത്തിന് മുന്നേ ആയിട്ട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. തുടക്കമുണ്ട്, DC ഉണ്ട്, ഇനി വരാൻ പോകുന്ന വിഷ്ണുനാഥൻ സൺസ് ഉണ്ട്, മകുടം ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഓണം ക്ലാഷ് ആയിട്ട് പറയാനുള്ളത് 3 പ്രധാനപ്പെട്ട സിനിമകളാണ്. 3 വെവ്വേറെ ജോണേഴ്സിൽ ഇറങ്ങുന്ന സിനിമകളാണ്. ബെത്ലഹേം കുടുംബം കൊണ്ടൊരു കോമഡി റൊമാൻറ്റിക് സിനിമയാണെങ്കിൽ, വരാൻ പോകുന്ന ഐ എം ഗെയിം ആവട്ടെ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ പടമാണ്. അതോടൊപ്പം തന്നെയാണ് ഖലീഫയും ഏകദേശം അതേ ജോണർ വരുന്ന ഒരു മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ പടമായിട്ടാണ് ആ ചിത്രവും വരുന്നത്. ഇതിനകത്ത് 3ന്റെയും പ്ലോട്ടുകൾ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ ഹൈപ്പ് റിയൽ ആണ്. കാരണം ദുൽഖർ ആവട്ടെ 3 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് വരുന്ന ഒരു സിനിമ എന്നതിന്റെ ഒരു ഹൈപ്പ് ഒരു ഘട്ടത്തിൽ. മറ്റൊന്ന് വൈശാഖ് പൃഥ്വിരാജ് കോമ്പിനേഷനിൽ വരുന്നൊരു സിനിമ. വൈശാഖ് ആവട്ടെ മലയാളം കണ്ടതിൽ ഒരു മികച്ചൊരു കമേഴ്ഷ്യൽ ഡയറക്ടറായിട്ട് പറയാൻ കഴിയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു മാസ് കമേഴ്ഷ്യൽ പടം. മറ്റൊന്ന് ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ വരുന്ന ഒരു റോംകോം പടം. ഒന്നാമത് നമുക്ക് ആദ്യം ഓരോ പടങ്ങളായിട്ട് പോകാം. ഒന്ന് ഗിരീഷ് ഷെഡി ചിത്രവുമായി ബന്ധപ്പെട്ട് പോകാം. അതിന്റെ സോങ് കഴിഞ്ഞ ദിവസം റിലീസ് ആയിട്ടുണ്ട്. ഒരു ഗിരീഷ് ഷെഡി പടത്തിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു റോംകോം ആണ്. ഇപ്പൊ നമുക്ക് പ്രേമലുമായാലും നമുക്ക് മുന്നേ ഉള്ള തണ്ണീർമത്തൻ ദിനങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമകളായാലും നൽകുന്ന ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷകൾ ആ ഡയറക്ടറിന്മേൽ, ആ വിശ്വാസം ആ ഡയറക്ടറിന്മേലുണ്ട്. നിവിൻ പോളി റോംകോം എന്ന് പറയുന്നത് ഒരു ഡ്രീമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, പലർക്കും ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് നിവിൻ പോളി റോംകോം. അത് രണ്ടും കൂടി ക്ലാബ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സിനിമയാണ് ബെത്ലഹേം കുടുംബം. ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രൊഡക്ഷൻ, മമിത ബൈജു ആണ് നായിക, സുരേഷ് കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ സംഗീത പ്രതാപ്, അങ്ങനെ ഒരു വലിയ താരനിരയുമായിട്ട് ഈ സിനിമയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഹൈപ്പ് ഇസ് റിയൽ. അങ്ങനെ മാസ് ആക്ഷൻ അടിപ്പടം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു പക്ക റോംകോം പടം കാണാൻ ആഗ്രഹിക്കുന്ന, ഒരു പ്രേമലു സ്റ്റൈൽ പടം കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബെത്ലഹേം കുടുംബം അത് റീടേക്ക് ആണ്. അങ്ങനെ ഒരു റോംകോം പടം, അടി മാസ് പരിപാടി ഒന്നും പിടിക്കാത്തവർക്ക് ബെത്ലഹേം കുടുംബം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോണറായി. വിഷ്ണു വിജയുടെ മ്യൂസിക്, അങ്ങനെ സാധാരണ ഒരു റോംകോം പടത്തിൽ എങ്ങനെയായിരിക്കുമോ ഉണ്ടാവുക അങ്ങനെ അതനുസരിച്ചുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പടം അത്. ആൻഡ് ഐ എം ഗെയിം ദുൽഖറിന്റെ മലയാളത്തിലേക്കുള്ള റീഎൻട്രിയേക്കാൾ ഉപരി നഹാസ് ഹിദായത്ത് എന്ന സംവിധായകൻ RDX എന്നൊരു പടം എടുത്തതിന് ശേഷം വരുന്നൊരു സിനിമ, അതിന്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. അതിന്റെ ട്രെയിലർ റിലീസാവുന്ന സമയമായാലും ദുൽഖർ ഫാൻസ് അത് ഏറ്റെടുക്കുന്ന രീതിയായാലും സോഷ്യൽ മീഡിയയിൽ ഐ എം ഗെയിമിന്റെ ചർച്ചകൾ നടക്കുന്നതായാലും അതൊക്കെ ഭീകരമാണ്. ദുൽഖർ, ആന്റണി പെപ്പെ, മിസ്കിൻ, പിന്നെ കതിർ, കയാദു ലോഹർ, അങ്ങനെ വിനയ് ഫോർഡ്, അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട താരനിര ഉള്ളൊരു സിനിമ. ഡാൻ ജോൺ എന്ന കഥാപാത്രമായിട്ട് ദുൽഖർ എത്തുന്നു. ട്രെയിലർ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നു. അങ്ങനെ പല രീതിയിലും ഈ ചിത്രം ടോക്ക്ഡ് അബൌട്ട് ആവുന്നു. അതിന്റെ സിനോപ്സിസ് കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഒരു വഴി കൂടെ നടക്കുന്നുണ്ട്. ആൻഡ് ഖലീഫയുടെ ഓണം റിലീസാണെന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എന്തോ അനൗൺസ് ചെയ്തതാണ് ടീം. അത്രയും ഷുവർ ആയിരുന്നു അവർ. അതുമായി ബന്ധപ്പെട്ട് അവർ ഷൂട്ടിംഗ് നടത്തുകയും ഫസ്റ്റ് ഓണം റിലീസായിട്ട് വരാൻ പോകുന്ന ഒരു സിനിമ ഖലീഫയാണെന്ന് അനൗൺസ് ചെയ്തത് ഖലീഫ ടീമാണ്. പൃഥ്വിരാജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാർ കാസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ജെയ്ക്സ് ബിജോയുടെ ആ സോങ് കേൾക്കുന്നതിൽ ചാർജ്ഡ് ആവുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ ഉൾപ്പെടെയുണ്ട്. ഇതിന് ടെക്നീഷ്യൻസ് വളരെ വളരെ കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പടങ്ങളിലുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്. എഡിറ്ററായ ചമൻ ചാക്കോ ഖലീഫയിലും ഉണ്ട്, ഇവിടെയുണ്ട്. ഐ എം ഗെയിമിലും ഉണ്ട്. ജെയ്ക്സ് ബിജോയും സെയിം ഖലീഫയിലും ഉണ്ട്, ഐ എം ഗെയിമിലും ഉണ്ട്. അങ്ങനെ ടെക്നീഷ്യൻസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഈ 3 ഡയറക്ടേഴ്സും വളരെ പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സാണ്. ഇപ്പം നഹാസ് ആയാലും 100 കോടി എടുത്തു വെച്ചിട്ട് അടുത്ത് വരുന്ന പടമാണ്. വൈശാഖ് ആവട്ടെ ആദ്യമായിട്ട് മലയാളത്തിൽ 100 കോടി സമ്മാനിച്ച ഡയറക്ടറാണ്. ഇവിടെ ഗിരീഷ് ഷെഡി ആവട്ടെ 100 കോടിയും കഴിഞ്ഞിട്ട് തെലുങ്കിൽ പോയി അവിടെ സംസാരിക്കപ്പെട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ ഈ 3 ഡയറക്ടേഴ്സിനും അവരുടേതായ ഒരു 100 crore ക്ലബിൽ കയറി ഇടം പിടിച്ച 3 ഡയറക്ടേഴ്സാണ്. വിച്ച് മേക്സ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ പറയുന്നത് ബോക്സ് ഓഫീസിന്റെ പവർ അറിയാവുന്ന 3 ഡയറക്ടേഴ്സാണ് ഇവർ. 3 പേരും ന്യൂ കമേഴ്സ് അല്ല, ഹൈപ്പ് മാത്രം ജനറേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് അല്ല. ദേ പ്രൂവ്ഡ് ഇറ്റ്. ആ പ്രൂവ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ടീം കൂടിയാണ്. അപ്പോൾ ടെക്നിക്കലി ഓരോ ഓണം പോലൊരു ഫെസ്റ്റിവലിലേക്ക് എങ്ങനെ ഓഡിയൻസിന് ഡെലിവർ ചെയ്ത് കൊടുക്കണമെന്ന് കൃത്യമായ ധാരണയുള്ള 3 ഡയറക്ടേഴ്സിനേക്കാളുപരി, ഇതിന്റെ സ്റ്റാർ കാസ്റ്റുകളെക്കാളുപരി, ടെക്നീഷ്യൻസിനേക്കാളുപരി ഓഡിയൻസ് ഇത് ഏറ്റെടുക്കുന്ന രീതിയും അവർക്ക് ഇത് എത്രമാത്രം നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഓണം ക്ലാഷ് എന്ന രീതിയിൽ ആളുകൾ എത്രമാത്രം എക്സൈറ്റഡ് ആണ്. സാധാരണയായി ഓണം ഒക്കെ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ കിട്ടുന്ന ഹൈപ്പ് വേറെ.
ഖലീഫിൽ മാത്രം എടുത്ത് നോക്കിയാൽ പോലും ലാലേട്ടന്റെ ക്യാമിയോ അത് എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിക്കുക എന്നുള്ളൊരു എക്സ് ഫാക്ടർ അവിടെ നിൽപ്പുണ്ട്. ഐ എം ഗെയിമിലായിക്കോട്ടെ പെപ്പയുടെ റോൾ എങ്ങനെയായിരിക്കും, അതിന് കഥാപരമായിട്ടുള്ള ഒരു ഫാന്റസി എലിമെന്റ് എങ്ങനെയായിരിക്കും എന്നൊരു എക്സ് ഫാക്ടർ ഇവിടെയുണ്ട്. ബെത്ലഹേം കുഡ് ബി വീട്ടിലായിക്കോട്ടെ നിവിൻ ഏത് തരത്തിലുള്ള ഹ്യൂമർ ആയിരിക്കും പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രേമലു എന്ന് പറഞ്ഞൊരു ബെഞ്ച് മാർക്ക് വെച്ചതിന് അപ്പുറത്തേക്ക് പോകാൻ ഈ സിനിമയ്ക്ക് കഴിയുമോ എന്നുള്ളൊരു എക്സ് ഫാക്ടർ ഉണ്ട്. ഇങ്ങനെ എക്സ് ഫാക്ടേഴ്സും ഇതിനൊപ്പം നിൽക്കുന്നുണ്ട്. സോ ഒരു റാദർ ഒരു 3 സാധാ പടങ്ങൾ വരുന്നതിനേക്കാൾ ഉപരി ഈ 3 പടത്തിനും അതിൻ്റെതായ ഹൈപ്പിൽ വെച്ചുകൊണ്ട് വരുന്നതാണ് സോഷ്യൽ മീഡിയക്ക് ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നത്. മാത്രമല്ല ഈ അഭിനയിക്കുന്ന ആക്ടേഴ്സും അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് ഉള്ള വെയിറ്റേജ് ഉള്ള അത്രയധികം ആളുകൾ ഫോളോ ചെയ്യുന്ന അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു ഓണം വിന്നറിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു മൊമെന്റും കൂടിയാണ്. സോ കൗണ്ട് ഡൗൺ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു 10 ദിവസത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്കും പ്രസക്തിയേറുന്നത്, ഈ ഒരു ക്ലാഷിനും പ്രസക്തിയേറുന്നത്. ആൻഡ് ഏത് പടമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും കൂടി പറയുക.